കലാമാമാങ്കത്തിന് ഇന്ന് രണ്ടാം ദിനം. ആദ്യ ദിനം അവസാനിച്ചപ്പോൾ വടക്കൻ ജില്ലകൾ തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്ത് മോഹിനിയാട്ടവും ഒപ്പനയും അരങ്ങേറും. പോയിന്റ് നിലയനുസരിച്ച് കോഴിക്കോടാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. വിവരങ്ങളുമായി അഞ്ജന സുകുമാരൻ ചേരുന്നു. അഞ്ജന, ഇപ്പോൾ ഏതൊക്കെ മത്സര ഇനങ്ങളാണ് നടക്കുന്നത്? ഈ വടക്കൻ ജില്ലകൾ തമ്മിലുള്ള മത്സരം ഇപ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണോ? എന്താണ് അവസ്ഥ? ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ കൂടെ ഒരു നാടൻ പാട്ട് ടീമുണ്ട്. നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ്? പുല്ലംകുളം ശ്രീനാരായണ എറണാകുളം. നിങ്ങളുടെ മത്സരം കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നന്നായിരുന്നു. നാടൻ പാട്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടാമോ? അപ്പൊ നമുക്ക് ഇവരുടെ പാട്ടൊന്ന് കണ്ടിട്ട് വരാം. തുടങ്ങിക്കോ. അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. എങ്ങനെയാണ് റിസൾട്ട് ഒക്കെ? എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഗ്രേഡ് ആയിരിക്കും. ഗ്രേഡ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു കാര്യം കേട്ടല്ലോ, ആരോ ദേശീയ തലത്തിലൊക്കെ ഡൽഹിയിലൊക്കെ പോയിട്ട് നാടൻ പാട്ട് പാടി മത്സരിക്കാനിരിക്കുന്ന ഒരാളുണ്ട് എന്ന് കേട്ടല്ലോ. ആരാത്? പേരെന്താ? ആലിയ. എങ്ങനെയാ ഡൽഹി വരെയൊക്കെ എങ്ങനെയാ പോണേ? ഫ്ലൈറ്റിനാണ് പോകുന്നത്. ഇവിടുന്ന് 8-നാണ് ഞങ്ങൾ ഇവിടുന്ന് പോകാം. ഏതിനും എങ്ങനെയാ മത്സരിക്കാൻ പോകുന്നേ? അത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്, പേര് കലോത്സവം എന്നാണ്. അപ്പോൾ കലോത്സവം പോലെ തന്നെ ഓരോ തലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ നാഷണലിലേക്ക് സെലക്ഷൻ ആയത്. സോ കേരളനെ റെപ്രസെൻറ്റ് ചെയ്ത് പോകുന്നത് ഗേൾസിൽ ഞാനാണ്. അപ്പോൾ നാടൻ പാട്ടിനെ അങ്ങ് ഡൽഹി വരെ
പോവാൻ നിൽക്കുകയാണ് ഈ കുട്ടി. അപ്പൊ ഏതായാലും നമ്മൾ ഈ നാടൻ പാട്ട് അടിപൊളിയായിട്ട് കേട്ടു. ഇനി നമുക്ക് അടുത്തതൊരു ഉറുദു ഗാനത്തിലേക്ക് പോയാലോ? നമ്മുടെ കൂടെ ഒരാൾ ചേരുന്നുണ്ട്. നമുക്ക് പുള്ളിക്കാരിയുടെ അടുത്ത് ചോദിച്ചാൽ പേരെന്താ? മാളവിക സുരി. ഏത് ഐറ്റത്തിലാണ് മത്സരിച്ചേ? ഗസൽ ഉറുദു. ആണോ? എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ? നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. എ ഗ്രേഡ് കിട്ടി. അതെ അതെ. എന്നാ പിന്നെ നമുക്കൊരു ഉറുദു ഗാനം കേട്ടാലോ? പിന്നെന്താ? കഥാ കുസൂർ നാ ദിൽ കാ കുസൂർ ഥാ ആയാ जो मेरे सामने मेरा गुरूर था आँखों कधा कुसूर ना. വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുവാണ്. അപ്പോൾ ഇന്ന് എന്തായാലും 60 വേദികളിലായിട്ട് 60 ഇനങ്ങളിലായിട്ട് 24 വേദികളിൽ പരിപാടികൾ നടക്കുകയാണ്. ഇതിനോടകം തന്നെ ഒരുപാട് പരിപാടികൾ കഴിഞ്ഞു. ഇഷ്ടംപോലെ കാണികൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എത്തുന്നുണ്ട്.